ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ മോട്ടിവേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. മൺഡേ മോട്ടിവേഷൻ അത് 2026 ഫസ്റ്റ് മോട്ടിവേഷൻ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതെ, യെസ്. ഫെബ്രുവരി മാസമായി. ഞാൻ കുറച്ച് യാത്രയിലൊക്കെ ആയിരുന്നു, നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞിട്ട് ആ സമയത്തൊന്നും മോട്ടിവേഷൻ വീഡിയോസ് പറ്റുന്നില്ലായിരുന്നു. തിരിച്ച് വന്നിട്ടാണെങ്കിലും കുറച്ച് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തത് കാണിക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കേൾക്കുന്ന വാർത്തകളും നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചകളും ഒക്കെ വളരെ പരിതാപകരമാണ്. ഒരുപാട് സങ്കടപ്പെടുത്തുന്ന, വിഷമിപ്പിക്കുന്ന വാർത്തകളാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ സ്ത്രീകളുടെ കാര്യത്തിൽ. ഓക്കെ, സ്ത്രീകളുടെ കാര്യത്തിലുണ്ടാകുന്ന ഒരുപാട് വിഷമങ്ങൾ നമുക്ക് കാണേണ്ടി വരുന്നുണ്ട്. കുറേ ആത്മഹത്യകൾ, കുറേ കൊലപാതകങ്ങൾ, അങ്ങനത്തെ കുറേ പീഡനങ്ങൾ, ഓക്കെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്ക് പുരുഷന്മാരുടെ ചില ഇഷ്യൂസും വരുന്നുണ്ട്. ആണുങ്ങളും ഇന്നസെൻ്റ് ആയിട്ടുള്ളവർക്കും ചില പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതും അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട് ഒരുപാട് പ്ലാറ്റ്ഫോംസിൽ. പക്ഷേ ഞാനിപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ലേഡീസ് നേരിടുന്ന കുറച്ച് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഒരുപാട് ഇപ്പോൾ ഒരു അമ്മയും മകളും സൂയിസൈഡ് ചെയ്തു. അത് എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഒരു എന്താ പറയുക, അവഗണന സഹിക്കാൻ വയ്യാണ്ട് അങ്ങനൊരു വിഷയമാണ്. അപ്പോൾ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് തന്നെ ഞാൻ തുടക്കത്തിലേ പറയുകയാണ്. കാരണം നമ്മളിപ്പോൾ ഏത് പ്രശ്നം വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനുള്ളൊരു തൻ്റെ ഇടം നമ്മൾ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. സ്ത്രീകളത് ഇതൊന്നും ആരും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കേണ്ട കാര്യമല്ല, നമ്മൾ സ്വയം ആർജിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അല്ലാണ്ട് നമ്മളെ ആരെങ്കിലും എപ്പോഴും ഉപദേശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് തന്നുകൊണ്ടോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടോ ഇരിക്കുമെന്നൊന്നും ആരും എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മളെ സ്നേഹിച്ചാലേ കാര്യമുള്ളൂ. സ്നേഹിക്കാനായിട്ട് പുറത്തുനിന്നൊന്നും ആരും വന്ന് നമ്മളെ സ്നേഹിക്കില്ല. നമ്മളിനി എത്ര ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഒക്കെ ഫൈനലി ഒരു എല്ലാം സിംഗിൾ ഔട്ട് ചെയ്ത് നമ്മളായി മാത്രം ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥയാണ്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം, അമ്മയും മകളും കൂടി ഒന്നിച്ചത്, അമ്മ മകൾക്ക് വേണ്ടി, മകൾ അമ്മയ്ക്ക് വേണ്ടിയും ജീവിക്കുന്ന ആ ഒരു സാഹചര്യം, അത് അവർക്ക് ഭയങ്കര ഒറ്റപ്പെടൽ ഫീൽ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്നൊരു വ്യത്യാസമാണത്. അച്ഛനും മരിച്ചു അത് കഴിഞ്ഞിട്ടങ്ങനെ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന അവരും അങ്ങനെ ഒരിക്കലും ഒരു മകൾ അങ്ങനെ ചിന്തിച്ചാൽ പോലും അമ്മ അത് സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുപോകണം. പക്ഷെ അമ്മയ്ക്കും മനക്കെട്ടിയില്ല, മകൾക്കും മനക്കെട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ നമ്മൾ കാണുന്നതൊന്നും അല്ല ലോകം. ഒരു പക്ഷേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു 100,000 ആളുകളെ നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട് ഇല്ലേ, പബ്ലിക് ഫംഗ്ഷൻ വരുമ്പോൾ. ഞാൻ തന്നെ ഇപ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ എത്ര പേരാണ് വന്ന് സംസാരിക്കുന്നത്, എത്ര പേര് സംസാരിക്കാതെ വെറുതെ ചിരിച്ചിട്ട് പോകുന്നുണ്ട്. എങ്കിലും നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ. ഈ ആൾക്കാരെല്ലാം എന്ത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകണമെന്ന് നമുക്കറിയില്ല. നമ്മൾ നോക്കുമ്പോൾ ചിരിച്ച് കളിച്ച് പോകുന്ന ആൾക്കാരാണ്, സംസാരിക്കുന്നുണ്ട്, വളരെ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നു. പക്ഷേ അവരുടെ ഉള്ളിലെല്ലാം ഒരുപാട് സപ്രസ്ഡായിട്ട് കിടക്കുന്ന ഫ്രസ്ട്രേഷൻസ്, വിഷമങ്ങൾ ഒക്കെയുണ്ട്. നമുക്ക് ആരെയും മുഖവിലേക്ക് എടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മളെ കാണുന്ന കാഴ്ച അല്ല സത്യം പറഞ്ഞാൽ, പുറമേ കാണുന്ന ഒന്നും സത്യമല്ല എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് എല്ലാം. എത്ര പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവർക്ക് ഒരുപാട് പൈസയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ പൈസ ഒരു മാനദണ്ഡമേ അല്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും, സന്തോഷമുണ്ടാകും, ജീവിക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴും ദാറ്റ് ഈസ് വൺ തിയറി. ഇപ്പുറത്തെ സൈഡിൽ പൈസ ഇല്ലാത്തവർ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ മനസ്സിന് ശക്തിയും കട്ടിയും ഉണ്ടെങ്കിൽ, നല്ല ധൈര്യമുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിലും പണമില്ലെങ്കിലും ജീവിക്കാം. ഓക്കെ, അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പവറാണ്. കാര്യം ഇപ്പോൾ എന്ത് ജോലി ചെയ്ത് വേണമെങ്കിലും, ഇപ്പോൾ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കഴിക്കാനുള്ള ചെറിയൊരു എമൗണ്ടെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഇത് എന്ത് ജോലി ചെയ്താണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിൽ വൈറ്റ് കോളർ ജോബേ ചെയ്യുള്ളൂ. നമ്മൾ പഠിച്ച ആൾക്കാരാണ്, അത് പഠനമുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, നമുക്കൊരു കുറേ ക്ലീഷേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അന്നൊക്കെ വിചാരിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടെങ്കിൽ മറ്റുള്ള അതിൽ കുറേ കാര്യങ്ങൾ വരും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏത് ജോലി ചെയ്യാം, എന്ത് ജോലി ചെയ്യാം. അപ്പോൾ മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ചെന്ന് കൈതട്ടേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ എന്തൊക്കെ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ നമുക്കത് കുറച്ച് പൊതിച്ചോറുണ്ടാക്കി റോഡ് സൈഡിൽ കൊണ്ട് വിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമുക്കറിയുന്ന ഒരു തൊഴിലാണ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ. എല്ലാ സ്ത്രീകൾക്കും മിനിമം അറിയുന്ന കാര്യങ്ങളാണ്. ഈവൻ പുരുഷന്മാരും ഇപ്പോൾ നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണ് ഞാൻ പറയുന്നത്. ലേഡീസിന് എന്തായാലും വീട്ടിലേക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിനുമൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വിറ്റാൽ പോലും കുറച്ച് ചില്ലറ പൈസ കയ്യിൽ വരും. അത്യാവശ്യം ജീവിക്കാൻ പൈസ കിട്ടും. എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരു റോഡ് സൈഡിൽ ചെന്നിരുന്നാലും
അതും ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ എന്ത് ജോലിയും ചെയ്യാം. അപ്പോൾ പണം ഒരു മാനദണ്ഡമായിട്ട് വിചാരിക്കേണ്ട. മനസ്സമാധാനത്തിന് പൈസ എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് മനസ്സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യം ഉണ്ടായേ പറ്റുള്ളൂ. ഏത് ക്രൈസിസിലൂടെ പോയാലും ജീവനെക്കാട്ടിലും വലുതായിട്ട് വേറെ ഒന്നുമില്ല. ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ദൈവം തന്ന ദൈവവിശ്വാസിയാണ് ഞാൻ, അതുകൊണ്ട് പറയാണ്, ദൈവം തന്ന നമ്മുടെ ഒരു ലൈഫാണ്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് ജീവിച്ച് തീർക്കണം. എല്ലാ കാലത്തും കഷ്ടപ്പാടായിരിക്കുന്ന ആരും വിചാരിക്കേണ്ട. കഷ്ടപ്പാടിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടാകാം, നല്ല തെളിഞ്ഞ ഒരു സമയവും ഉണ്ടാകാം. എല്ലാവർക്കും എപ്പോഴും കഷ്ടകാലമല്ല. പക്ഷെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. ആ കഷ്ടകാലം മാറി നല്ല കാലം വരാനായിട്ട് വി ഹാവ് ടു വെയിറ്റ്. ആ ഒരു ക്ഷമയാണ് നമുക്ക് വേണ്ടത്. ക്ഷമ മാത്രമല്ല, ആ ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, എന്ത് ക്രൈസിസ് ഉണ്ടെങ്കിലും ജീവൻ വെടിയാൻ തയ്യാറാകരുത്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. എളുപ്പമാണ്, പരിഹാരമല്ല എന്ന് പറയുമ്പോൾ നമുക്കൊന്നും ഫേസ് ചെയ്യണ്ടല്ലോ. പെട്ടെന്ന് അങ്ങ് പോയാൽ ഒന്നും അറിയണ്ട, ഒന്നും കാണണ്ട, ഒന്നും കേൾക്കണ്ട എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതൊരു നല്ല മാതൃകയല്ല മറ്റുള്ളവർക്ക്. അപ്പോൾ അത് ജനറലി പറയുന്നൊരു കാര്യമാണ് ഞാൻ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടോക്സിക് റിലേഷനിലാണെങ്കിൽ, ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണല്ലോ ചെറിയ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്നു, കുറേ പേരെ കൊല്ലുന്നു, ആണ് പെണ്ണിനെ കൊല്ലുന്നു, പെണ്ണ് ആണിനെ കൊല്ലുന്നു. എന്ത് ജീവിതമല്ലേ ഇപ്പോൾ. അപ്പോൾ ഈ ടോക്സിസിറ്റിയൊക്കെ വരുന്ന ടോക്സിക് റിലേഷൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ അകത്ത് തന്നെ എന്തുമാത്രം പ്രശ്നങ്ങൾ, പരസ്പര ഉപദ്രവം, എത്രയോ കേസുകൾ, ഭർത്താവ് ഭാര്യയെ കൊന്നതായിട്ട്. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ച് കൊല്ലുന്നു. എന്ത് പറയല്ലേ, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അവരൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അട്രോസിറ്റീസ് ആൻഡ് ദുഃഖങ്ങളാണ്. അപ്പോൾ ഇതിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ടോക്സിക് റിലേഷനിലാണെങ്കിൽ, ഹസ്ബൻഡിൻ്റെ കൂടെ ആയാലും അല്ലാതെ ഒരു കാമുകന്മാർ അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗെദർ റിലേഷനിലാണെങ്കിലും എന്താണെങ്കിലും, ഒരു ടോക്സിക് റിലേഷനാണെങ്കിൽ അതിൽ നിന്നും പുറത്ത് കിടക്കണമെന്ന് തോന്നിയാൽ ഏത് സമയത്താണെങ്കിലും അത് പുറത്തേക്ക് വന്നേ പറ്റുള്ളൂ, വരണം എന്നാണ് ഞാൻ പറയുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയയാണ്. നമ്മൾ അത്രയും നാൾ വിശ്വസിച്ച് കൂടെ ജീവിച്ച ഒരു ലിവിങ് ടുഗെദർ ആകാം, അതല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാം, അതുമല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആകാം, റിലേഷൻഷിപ്പ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഈവൻ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ പോലും അങ്ങനെ ഒരു ബന്ധത്തിലൊക്കെ പോവുകയാണെങ്കിൽ അത് വിട്ട് വരുമ്പോൾ ആ എതിർ സൈഡിൽ നിൽക്കുന്ന ആൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ബുദ്ധിപരമായിട്ട് വളരെ ടാക്ട്ഫുള്ളായിട്ട് വേണം ആ റിലേഷനിൽ നിന്നും പുറത്തു വരാൻ. പക്ഷേ നിങ്ങൾ ഇറങ്ങണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ചുവട് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആ പുരുഷൻ്റെ കൂടെ ഒരു കാലത്തും നമുക്ക് മുന്നോട്ട് പോയാലും നമുക്ക് നല്ലതല്ല വരാൻ പോകണമെന്നൊരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഡെഫിനറ്റ്ലി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യരുത്. ചിലപ്പോൾ നമുക്ക് തോന്നും ക്ഷമിക്കാം, നന്നാവുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ വരുമായിരിക്കും, മേ ബി. പക്ഷേ അതൊക്കെ റിസ്ക്കാണ്. മാറ്റങ്ങൾ വരാം, വീണ്ടും പഴയ പോലെ ആകാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുക നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല, കുഞ്ഞുങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് മൂവ് ഔട്ട് ഓഫ് ദാറ്റ് റിലേഷൻഷിപ്പ് എന്നേ ഞാൻ പറയുള്ളൂ. ഇത് സ്ത്രീകളെയെല്ലാം പുരുഷ വിരോധികളാക്കാൻ വേണ്ടി പറയുന്ന സംസാരമല്ല. സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കട്ടെ. പക്ഷെ അത്രയും ലക്കി ആവണം എന്നില്ല എല്ലാ ആൾക്കാരും. സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ സന്തോഷം, എങ്കിലും വരുമാനം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വരുമാനം ഉള്ളവർ പോലും അടിമകളായിട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ പൈസയും ഭർത്താവിൻ്റെ കൊണ്ട് കൊടുത്താൽ പിന്നെ അടിമത്തം തന്നെയല്ലേ. നമ്മളുണ്ടാക്കുന്ന നമ്മുടേതായ ഒരു സമ്പാദ്യം വേണമെന്നില്ലേ, നമ്മുടേതായ സ്വാതന്ത്ര്യം വേണമെന്നില്ലേ ഉണ്ടാക്കുന്ന പൈസയിൽ. തീർച്ചയായിട്ടും അതൊക്കെ വേണം. പക്ഷെ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ പോലും, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിലും ഏത് റിലേഷൻ ആണെങ്കിലും, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഫാമിലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കഴിഞ്ഞാൽ ആളുകൾ എന്തു പറയും, അതാണ് ഏറ്റവും പ്രൈമറി പ്രശ്നം. അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ളൊരു ബുദ്ധിമുട്ട്. എന്തു പറയും ആൾക്കാരെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുക, ആൾക്കാരെന്ത് പറയും, ഒന്നും പറയാൻ പറ്റില്ല അല്ലേ. എന്താ പറയുക, നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിച്ചവർ, ഇപ്പുറത്ത് താമസിച്ചവർ, നമ്മുടെ അടുത്ത ബന്ധുക്കൾ, അവരുടെയൊക്കെ ഫ്രണ്ടിൽ എങ്ങനെ നമ്മളൊരു പബ്ലിക് ഫംഗ്ഷന് പോകുന്നത് എങ്ങനെയാണ്, അവരുടെയൊക്കെ ബന്ധുക്കളുടെ കല്യാണത്തിന് പോകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് വന്ന് പണ്ട് ചക്കരി ഈച്ചയായിട്ട് നടന്ന ആൾക്കാർ ഇപ്പം കണ്ടില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കില്ലേ. അപ്പോൾ ഈ ആളുകളുടെ കളിയാക്കൽ, ബന്ധുക്കളെ ഫേസ് ചെയ്യാനുള്ളൊരു മടി, അത് വൺ ഓഫ് ദ റീസൺ ആകാം. രണ്ടാമത്തെ റീസൺ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത ബന്ധങ്ങളാണല്ലോ. കപ്പിളാണെങ്കിൽ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കൂടുതലും ഭാര്യയ്ക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, ടോട്ടലി ഡിപ്പെൻഡ് ഓൺ ദ ഹസ്ബൻഡ്. അങ്ങനെ വരുമ്പോഴും ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ജീവിക്കും? കുട്ടികളുമായി കമ്മിറ്റഡ് ആയി കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, അതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടാണ്. അവർക്ക് 5 പൈസ കയ്യിലെടുക്കാനുണ്ടാവില്ല, ആ അവസ്ഥയായിരിക്കും. ഇനി ജോലിയുള്ളവരാകട്ടെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ പോലെ ചില അടിമകളെ പോലെ ജീവിക്കുന്നവരുണ്ട്, പൈസയും കൊണ്ട് കൊടുത്തിട്ട്.
അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന, എന്ത് ചിലവാക്കണം, ഏതിന് ചിലവാക്കണം, എന്ത് കൊടുക്കണം, എല്ലാത്തിനും കണക്ക് കൊടുത്ത് ജീവിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്. കഷ്ടപ്പാട് അതൊരു തരം, ഞാനിപ്പോൾ സ്ത്രീകളെ ലിബറേറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി സംസാരിക്കുന്നതല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയണം, വിഷമം പറയുകയാണ്. ആൻഡ് മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, പിന്നെന്താ പറയുക, ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത മെയിൻ റീസൺ. പിന്നെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യില്ലേ, ഒരുപാട് കോംപ്രമൈസ് ചെയ്യും. എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പേരൻസ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിൽ ഭാര്യ അടിമയാണെങ്കിലും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന, ഒട്ടും തന്നെ ഇക്വാളിറ്റി കിട്ടാണ്ട് തീർച്ചയായിട്ടും ഒരു സബ്ബായിട്ട് അല്ലെങ്കിൽ ഒരു അടിമയെ പോലെ ഹസ്ബൻഡ് ഭയങ്കര ഒരു ഡോമിനേറ്റിംഗ് ആൻഡ് ഷീ ഈസ് എ വെരി സബ്സേർവിയൻറ്റ് ഒരു ഫീമെയിലായിട്ട് ജീവിക്കുകയാണെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അച്ഛനും അമ്മയുടെയും കൂടെ ഒന്നിച്ച് ജീവിക്കണം, കുട്ടികൾ അനാഥരായി പോകരുത്. ഞാൻ വെളിയിലേക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് അവരുടെ സുരക്ഷിതത്വം, അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ. അങ്ങനെ ഒരുപാട് കൺസ്ട്രെയിനിങ് ഫാക്ടേഴ്സ് ഉണ്ട്. മക്കൾ, കുടുംബക്കാർ, സാമ്പത്തികം, പിന്നെ നമ്മുടെ സ്വന്തം വീട്ടുകാരുടെ സപ്പോർട്ടില്ലായ്മ, നമുക്ക് കയറി ചെല്ലാൻ ഒരിടമില്ലാത്ത കാര്യങ്ങൾ, അവർക്ക് നാണക്കേടാകും. അവർ പറയുന്നു ഇങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നേ പറയുള്ളൂ. അവർക്കും ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ളൊരു മടി കാരണമായിരിക്കും അങ്ങനെ പറയുന്നത്. അതായത് മകളെ കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ തലയ്ക്കൊഴിഞ്ഞ് വിടുന്ന പോലെ വിചാരിക്കുന്ന പേരൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോളെ തിരിച്ചു വരൂ, അച്ഛനുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട് എന്ന് ധൈര്യം കൊടുക്കുന്ന പേരൻസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാ പേരൻസും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയുന്നത്. നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കളെ അങ്ങോട്ട് പുറത്തേക്ക് കല്യാണം കഴിപ്പിച്ച് വിട്ടു എന്ന് പറഞ്ഞ് ദാറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി. അവിടെ തീരുന്നില്ല നമ്മുടെ ഉത്തരവാദിത്വം. എപ്പോഴും അവർക്കൊരു സപ്പോർട്ടായിട്ട്, താങ്ങായിട്ട്, നമ്മുടെ വീട്ടിലാണെങ്കിൽ അവർ വേറെയാണ് താമസിക്കുന്നത്, സപ്പോർട്ട്, ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ തിരിച്ചു വരണമെന്ന് മകൾ ആഗ്രഹിച്ചാൽ 2 കൈ നീട്ടി സ്വീകരിക്കണം. അതാണ് വേണ്ടത്. എന്ത് സപ്പോർട്ടാണോ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അത് കൊടുക്കുക. എല്ലായിടത്തും ഇത് നടക്കുന്നില്ല കേട്ടോ. അവരെല്ലാം ആലോചിക്കുന്ന, അയ്യോ കുറേ പൈസയൊക്കെ മുടക്കി കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലേ, ഇനി ഇങ്ങനെ തിരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി ബന്ധുക്കളോടൊക്കെ എന്താ ആൻസർ ചെയ്യും, പിന്നെ ഇനി അവളൊരു ബാധ്യതയാവില്ല, അവൾക്ക് കൊടുത്ത പൈസ എല്ലാം തീർത്തിട്ടാണ് വരുന്നത്, ഇനി അവളും അവളുടെ കുട്ടികളും വന്ന് നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ ഇതിന് മുന്നേ കണ്ടതാണ് ഈ ഇഷ്യൂസൊക്കെ. 2 കുഞ്ഞുങ്ങളുമായിട്ട് പോയി ട്രാക്കിൽ പോയി ട്രെയിനിന് മുന്നേ ചാടി മരിച്ച ഒരമ്മയും മക്കളുടെയും കഥ. അതുമൊക്കെ എനിക്ക് ഇത്തരം കഥകളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എൻ്റെ ഹാർട്ട് ബ്രേക്ക് ചെയ്യുന്ന സ്റ്റോറീസാണ്. അതൊന്നും എനിക്ക് പ്രത്യേകിച്ച് കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ആ ദിവസം തന്നെ പോക്കാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് സഹായിക്കണമെന്നുണ്ട് അത്തരം ആൾക്കാരെ, പക്ഷെ നമ്മളിലേക്ക് അവരെത്തുന്നില്ലല്ലോ. നമ്മളെങ്ങനെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരും. പല ആൾക്കാരും ഇത്തരം വിഷയങ്ങൾ വെളിയിൽ സംസാരിക്കാറ് പോലുമില്ല. വീട്ടിനകത്ത് നടക്കുന്ന വിഷമങ്ങൾ അതെല്ലാം അവരുടെ ഉള്ളിൽ തന്നെ വെച്ചിരിക്കുക. അതെല്ലാം നാണക്കേടെന്നുള്ളൊരു ഫാൾസ് ആയിട്ടുള്ളൊരു നമുക്കൊരു, അത് മലയാളിയുടെ പ്രത്യേകതയാണോ എന്താണെന്നറിയില്ല, നമുക്കൊരു ഫാൾസ് പ്രൈഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ നമുക്കൊരു മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. ആളുകളുടെ ഇമ്പ്രഷൻ, ആളുകൾ എന്ത് വിചാരിക്കുന്നു പറയുന്നത്, ആളുകളുടെ അഭിപ്രായത്തിനൊക്കെ ഒരു ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആളുകളെന്നൊക്കെ പറഞ്ഞാൽ ഈ ആളുകൾ എത്ര നാൾ നമ്മളോട് അഭിപ്രായം പറയും. നമുക്കൊരു മോശക്കാലം വന്നാൽ അവർ ചീത്ത പറയും, നല്ല കാലം വരുമ്പോൾ നമ്മളെ പൊഴുത്തി പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ അവർ നമ്മളിലേക്ക് വരും. പക്ഷേ അവരൊക്കെ എത്ര നാൾ, നഷ്ടങ്ങൾ നമുക്ക് മാത്രമല്ലേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ലല്ലോ. മറ്റുള്ളവരുടെ അഭിപ്രായം നോക്കി ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ എന്നെ തന്നെ കമൻറ്റ് അടിക്കുന്ന ആൾക്കാർ വന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ചേച്ചി മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് ഡ്രസ്സ് ചെയ്യണം. അത് നോക്കി റീസെൻ്റായിട്ട് ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്, ചേച്ചി അഭിപ്രായങ്ങളൊക്കെ കേൾക്കണം, അതനുസരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു എന്തിന്? മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ടാണോ ഞാൻ ജീവിക്കേണ്ടത്? ഞാൻ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് ആരുടെ അഭിപ്രായം കേട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റേതായ തീരുമാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കത് ശരി എന്ന് തോന്നുന്നു ഞാൻ ചെയ്യും. അതിനെ ആരെതിർത്താലും എതിർത്തില്ലെങ്കിലും ഞാൻ ചെയ്യും. ദാറ്റ് ഈസ് മൈ ഡിസിഷൻ. അപ്പോൾ എല്ലാവർക്കും ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാവരും ചിന്തിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്നും പുറത്തു വരണം. അവിടെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചേ പറ്റുള്ളൂ. ഞാൻ എന്നെ സ്നേഹിക്കുന്നു, അതുപോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. വേറൊരാളും വന്ന് നമ്മളെ സ്നേഹിക്കാനായിട്ട് നിന്ന് തരില്ല. നമ്മളങ്ങനെ എന്താ പറയുക, നമ്മളെ സ്നേഹം കൊണ്ട് മൂടിപ്പൊതിയുന്നൊന്നും വിചാരിക്കേണ്ട. ഫസ്റ്റ് ലവ് യുവർ സെൽഫ്. അത് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി. മക്കളെ സ്നേഹിക്കണം, ഡെഫിനറ്റ്ലി സ്നേഹിക്കണം. പക്ഷേ മക്കളൊക്കെ എല്ലാ മക്കളും ഒരുപോലെ അല്ല. അവിടെയും നല്ല കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ എത്ര ഇൻസിഡൻസ്. എനിക്ക് മറ്റൊരു വിഷമം തോന്നുന്ന ഒരു ഏരിയ അതാണ്. അച്ഛനമ്മമാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന മക്കൾ, അച്ഛനമ്മമാരായിട്ട് ഹറാസ് ചെയ്യുന്ന മക്കൾ, വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന, റീസെൻ്റായിട്ട് കേട്ട ന്യൂസാണ്. അമ്മയെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നു, മരുമകൻ അമ്മയായിട്ട് കഷ്ടപ്പെടുത്തുന്നു, മരുമകനെതിരായിട്ട് കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് മകൾ അമ്മയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഇതൊക്കെ എന്ത് കലികാലം എന്നൊക്കെ പറയുന്നത്? വാട്ട് ഈസ് ദിസ് ഹാപ്പനിങ്?
അറൗണ്ട് us. അച്ഛനമ്മമാരെ വീട്ടിൽ പുറത്താക്കുക, അച്ഛനമ്മമാരെ ഇട്ട് കഷ്ടപ്പെടുത്തുക, അച്ഛനമ്മമാരെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ട് തള്ളുക. നല്ല പോഷായിട്ടുള്ള ഓൾഡ് ഏജ് ഹോമിൽ വോളണ്ടറി ആയിട്ട് പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പാവപ്പെട്ട ആൾക്കാർ, മക്കൾക്ക് നല്ല കാശും സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അച്ഛനമ്മമാരെ വെളിയിൽ വഴിയാധാരാക്കി വിടുകയാണ്. അവരെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ അനാഥാലയത്തിൽ കൊണ്ടാക്കുന്നത്. എന്ത് കഷ്ടമാണോ. പ്രായമാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും, അവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങളുണ്ടാകും, ശനായിലാകും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അവരൊട്ടും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കില്ല, അവർ നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടാവാം, ഹേർട്ട്ഫുള്ളായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവാം. കൊച്ചുമക്കളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവരാഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല അച്ഛൻ വയസ്സായി കഴിഞ്ഞാൽ ബിഹേവ്. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അച്ഛനമ്മയാണ്, അവർക്ക് മാറ്റങ്ങൾ. നാളെ നിങ്ങളും അച്ഛനും അമ്മയൊക്കെ ആകും. നിങ്ങളത് കഴിഞ്ഞ് നിങ്ങൾ നാളെ ഒരു കാലത്ത് നിങ്ങൾ ഗ്രാൻഡ് പാരൻസ് ആകും. ഓക്കെ, അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും? ഇതേ കാര്യം, ഇതൊരു കർമ്മയാണല്ലോ, ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ വിടുക, അതൊന്നും ചെയ്ത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളെന്താ വേണ്ടത്? സത്യം പറഞ്ഞാൽ അത് വേറൊരു ടോപ്പിക്കാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ബട്ട് എൻ്റെ സങ്കടങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്കതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. ആ വിഷമത്തിൽ നിന്ന് ഞാൻ പറയുന്ന ചില എന്താ പറയുക, ചിലപ്പോൾ അത് ഭയങ്കര റിഫൈൻഡ് ആയിട്ടായിരിക്കില്ല ഞാൻ പറയുന്നത്. ഞാൻ ഒരു ഔട്ട് ബേസ്റ്റ് പോലെ സംസാരിക്കുകയാണ് ഇപ്പോൾ. സത്യത്തിൽ ലേഡീസ്, പ്ലീസ് ബി സ്ട്രോങ്. അത് എനിക്ക് പറയാനുള്ളൂ. ഒരു കാരണവശാലും നിങ്ങൾ കഷ്ടപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പിൽ ഏതാണെങ്കിലും നിൽക്കരുത്. പുറത്തേക്ക് വരിക. സപ്പോർട്ട് സിസ്റ്റം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുക. വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുക. വീടാന്തരം പോയി ട്യൂഷൻ എടുത്ത് പഠിപ്പിക്കുക. കലയാണെങ്കിൽ കല വാസനയുള്ളെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. എങ്ങനെയെങ്കിലും ജീവിക്കാം. ഒരു ചെറിയ മുറി വാടകയ്ക്ക് എടുത്തെങ്കിലും കിടന്ന് കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകും. സർക്കാർ സ്കൂളിലൊക്കെ പഠിപ്പിച്ച് ചെറിയ നമുക്ക് എന്താ പറ്റുക, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് അധ്വാനിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ മനസ്സിന് നല്ല സ്ട്രോങ് ആണെങ്കിൽ, മനസ്സ് സ്ട്രോങ് ആണ്, അധ്വാനിക്കാനുള്ളൊരു ചങ്കൂറ്റവും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആരെന്ത് പറഞ്ഞാലും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പറയുന്നവർ പറയട്ടെ, അവരല്ലല്ലോ നമുക്ക് ചിലവിന് തരുന്നത്, ആണോ? നമ്മൾ അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യമില്ല. അതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, ഞാൻ ദേഷ്യത്തെ പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എനിക്ക് ഇച്ചിരി കാര്യങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ അടിച്ചമർത്താനുള്ളൊരു ടെൻഡൻസി, അവരെക്കുറിച്ച് മോശം പറഞ്ഞ് മെൻ്റലി ഹറാസ് ചെയ്യുന്നു, അവരെ ഡൗൺ ആക്കുന്നു, അവരെ വീട്ടിനകത്തിട്ട് പീഡിപ്പിക്കുന്നു. ഇതൊക്കെ ഒരു ബിഗ് നോണോ ആണ്. നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റുന്നൊരു സാഹചര്യം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. നിങ്ങൾ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും നിന്ന് കൊടുക്കരുത്, അടിച്ച് താഴ്ത്തുന്ന പരിപാടിക്ക്. ആരെന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ആര് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ തന്നെ സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മക്കളില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം. മക്കൾക്ക് വേണ്ടി, മക്കളുള്ളവരുടെ കാര്യം പറയുന്നു. ഓക്കെ, ആരും സ്നേഹവും കൊണ്ട് ഇങ്ങോട്ട് വരണം എന്നില്ല. നമ്മൾ ആരുടെ സ്നേഹം അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മളെ സ്നേഹിച്ചാൽ മതി. സ്നേഹമൊക്കെ വരും പോകും. ആ സ്നേഹത്തിലല്ലല്ലോ ജീവിക്കേണ്ടത്. സ്നേഹം വേറൊരു സ്ഥലത്തു നിന്ന് എരന്ന് വാങ്ങേണ്ട ഒരു കാര്യമല്ല. അത് തേടി വന്നാൽ ഓക്കെ, നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരെ കിട്ടിയാൽ നല്ലത്. പക്ഷെ നമുക്ക് നമ്മളെ സ്നേഹിക്കാമല്ലോ, വേറെ ആരും ഇല്ലെങ്കിലും. ദൈവത്തെ മുറുകെ പിടിക്കുക, ശക്തമായിട്ട് മുന്നോട്ട് പോവുക. ചീത്തകാലം മാറി നല്ല കാലം വരും, ഡെഫിനറ്റ്ലി വരും. ഇത് മാത്രം മനസ്സിൽ വിചാരിച്ചാൽ മതി. ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. മനസ്സമാധാനമൊക്കെ പിന്നാലെ വന്നോളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഇനിയിപ്പോൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പറയാൻ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. ഇനി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പ്ലീസ് ടു കം. നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന അഭിപ്രായങ്ങൾ പറയുക. ഇതൊരു ഓപ്പൺ ഫോറമാണ്, ഇറ്റ്സ് ജസ്റ്റ് ആൻ ഓപ്പൺ ഡിസ്കഷൻ. പ്ലീസ് ടു കം. Okay, but thank you so much. Thank you for watching and keep on watching Lakshmi Nair Vlogs. Love you all.